ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നിങ്ങൾ എൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 1945 മാർച്ച് 1. ശിഷ്യരെല്ലാം ആകെ വിഷമിച്ചിരിക്കുന്നു. ഈച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞാൽ എന്ന പോലുള്ള അസ്വസ്ഥതയാണ് എല്ലാവർക്കും. അവർ സംസാരിക്കുകയും വെളിയിൽ എല്ലാ വശത്തേക്കും നോക്കുകയും ചെയ്യുന്നു. ഈശോ അവിടെ എങ്ങുമില്ല. അതാണ് അവരുടെ വിഷമത്തിന് കാരണം. അവസാനം പത്രോസ് ജോണിനോട് പറയുന്നു, പോയി ഗുരുവിനെ അന്വേഷിക്കൂ. പുഴക്കരികിലുള്ള ആ കാട്ടിലുണ്ടായിരിക്കും. വേഗം വരണമെന്ന് ഗുരുവിനോട് പറയണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കൊണ്ടുവരണം. ജോൺ ഓടിപ്പോകുന്നു. കറിയോത്തുകാരൻ പറയുന്നു, ഇത്രയധികം സംഭ്രമത്തിനും കാരുണ്യരാഹിത്യത്തിനും കാരണമൊന്നും ഞാൻ കാണുന്നില്ല. സകല ബഹുമതികളും നൽകി ഞാൻ അയാളെ സ്വാഗതം ചെയ്യുമായിരുന്നു. അയാളുടെ സന്ദർശനം നമുക്കൊരു ബഹുമാനമാണ്. അതിനാൽ എനിക്കറിഞ്ഞുകൂടാ, അയാൾ അയാളുടെ വളർത്തു സഹോദരനെ പോലെ ആയിരിക്കണമെന്നില്ല. എന്നാലും ചെന്നായ്ക്കളുടെ കൂടെ ജീവിക്കുന്നവർക്ക് അവയുടെ പ്രകൃതവും ഗന്ധവും കിട്ടാതെ ഇരിക്കുകയില്ല. ഇനി എന്തായാലും ആ സ്ത്രീയെ പറഞ്ഞയക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? ചെയ്യുന്നത് എന്താണെന്ന് സൂക്ഷിച്ചു ചെയ്തു കൊള്ളണം. അവളെ പറഞ്ഞു വിടണമെന്ന് ഗുരു ആഗ്രഹിക്കുന്നില്ല. അവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അവളെ നീ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗുരുവല്ല, എന്നാൽ നിന്റെ അറിവിനു വേണ്ടി പറയുന്നു. ഓ, അവളായിരിക്കും ഒരുപക്ഷെ സുന്ദരിയായ ഹെറോദിയാസ് ആയിരിക്കുമോ? വേണ്ടാത്ത ഫലിതമൊന്നും പറയരുത്. എന്നെ കുറ്റം പറയേണ്ട. നീയല്ലേ രാജകീയമായ സംരക്ഷണവും നൽകി രാജ്ഞിയെപ്പോലെ. ഗുരു എന്നോട് പറഞ്ഞു, അവളെ ആരും ശല്യപ്പെടുത്താതെ നോക്കിക്കൊള്ളണം. അവളെ ബഹുമാനിക്കണമെന്ന്. അതാണ് ചെയ്യുന്നത്. എന്നാൽ അവൾ ആരാ നിനക്കറിയുമോ? തോമസ് ചോദിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ. അമ്പടാ, ഞങ്ങളോട് പറ, നിനക്കറിയാം. പലരും നിർബന്ധിച്ച് ചോദിക്കുന്നു. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് ഞാൻ ശപഥം ചെയ്ത് പറയുന്നു. ഗുരുവിന് തീർച്ചയായും അറിയാം, എന്നാൽ എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് ജോണിനെ കൊണ്ട് അവനോട് ചോദിപ്പിക്കണം. അവൻ ജോണിനോടെല്ലാം പറയും. എന്താ ജോണിന് ഇത്ര പ്രത്യേകത? നിന്റെ സഹോദരൻ ഒരു ദേവനാണോ? അല്ല യൂദാസേ, നമ്മളിൽ ഏറ്റവും നല്ലവൻ അവനാണ്. നിങ്ങളാരും ഇതേക്കുറിച്ച് ബന്ധപ്പെടേണ്ട. അൽഫിയസിൻ്റെ മകൻ ജെയിംസ് പറയുന്നു, എൻ്റെ സഹോദരൻ ഇന്നലെ അവളെ കണ്ടു. ആൻഡ്രൂ കൊടുത്തയച്ച മത്സ്യവുമായി അവൻ നദിയിൽ നിന്നും വരികയായിരുന്നു. അവൻ ഈശോയോട് ചോദിച്ചു. ഈശോ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അവൾക്കൊരു മുഖമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ആത്മാവ് മാത്രമാണ് അവൾ. അതിൽ കവിഞ്ഞൊന്നുമല്ല അവൾ എനിക്ക്. എല്ലാവർക്കും അവൾ അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്നവൻ പറഞ്ഞത് അത്ര തറപ്പിച്ചാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആ കാര്യം ആരും അന്വേഷിക്കേണ്ട എന്നാണ്. ഞാൻ അവളുടെ അടുത്തേക്ക് പോകും. കറിയോത്തുകാരൻ യൂദാസ് പറയുന്നു, നിനക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് പരിശ്രമിച്ചു നോക്ക്. കൊത്തുകോഴിയെ പോലെ ചുമന്ന പത്രോസ് പറയുന്നു, നീ ഒരു ചാരനായി ഈശോയോട് ഇത് പറഞ്ഞു കൊടുക്കുമോ? ആ ഉദ്യോഗം ഞാൻ ദേവാലയത്തിലെ ആളുകൾക്കായി വിട്ടിരിക്കുന്നു. തടാകത്തിലെ ആളുകളായ ഞങ്ങൾ ജോലി ചെയ്താണ് ജീവിക്കുന്നത്, അല്ലാതെ വാർത്ത പരത്തിയല്ല. യോനായുടെ പുത്രനായ സൈമണിൽ നിന്ന് ഇങ്ങനെയൊരു കുറ്റാരോപണം ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട. എന്നാൽ എന്നെ വെറുതെ അസഹ്യപ്പെടുത്തരുത്. ഗുരുവിനെ ധിക്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും എടുക്കരുത്. ഞാനിവിടെ ഉണ്ടെന്ന് ഓർത്തോണം. അപ്പോൾ നീ ആരാ? എന്നെപ്പോലെ ഒരു സാധു മനുഷ്യൻ. അതെ അതെ, നിന്നേക്കാൾ പാവപ്പെട്ടവൻ, പരിക്കൻ, മണ്ടൻ, അതെനിക്കറിയാം. പക്ഷെ അതൊന്നും എന്നെ കുണ്ഠിതപ്പെടുത്തുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയം നിൻ്റേതുപോലെ ആയിരുന്നാൽ എന്തായിരിക്കും എന്ന് ഓർത്തിട്ടുള്ള ഉത്കണ്ഠയേ ഉള്ളൂ. ഗുരു എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എൻ്റേതുപോലെ നിന്റെ ഹൃദയമോ എന്ന് പറഞ്ഞതിൽ എന്തോ കുറവുള്ളതുപോലെ. ഇത്ര അരോചകമായി എൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത്? പറയൂ, എന്നെ കുറ്റപ്പെടുത്തൂ, എന്നെ ശിക്ഷിക്കൂ. സ്വർഗത്തെ ഓർത്ത് ദയവായി ഒന്ന് നിർത്തൂ. തീഷ്ണനായവൻ ഉറക്കെ പറയുന്നു. ബെർത്തലോമിയോയും കൂടെ ചേർന്ന് പറയുന്നു, യൂദാസെ നിർത്തൂ. പത്രോസിൻ്റെ ആ നരച്ച മുടിയെ മാനിക്കൂ. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് എനിക്കൊന്നും അറിയണം. ഞാനിപ്പോൾ വിളമ്പിത്തരാമല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനുള്ളിൽ അഹങ്കാരമുണ്ട്. ഈ അടുക്കള നിറയാനും മാത്രം അഹങ്കാരം. പിന്നെ കള്ളത്തരവും ജഡമോഹവും. ഞാൻ കള്ളനും. അവരെല്ലാവരും കൂടെ യൂദാസിൻ്റെ ന്യൂനതകൾ പറയുന്നു. തന്നിമത്തെ യൂദാസ് ബഹളം വയ്ക്കുന്നില്ല. സൈമൺ വളരെ ശാന്തമായി പത്രോസിനോട് പറയുന്നു, എൻ്റെ സ്നേഹിത, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. അവന് അവൻ്റെ കുറ്റങ്ങളുണ്ട്, എന്നാൽ നിനക്കും ചില ന്യൂനതകളുണ്ട്.
അതിലൊന്നും നിനക്ക് ചെറുപ്പക്കാരോട് സഹിഷ്ണുതയില്ല എന്നുള്ളതാണ്. അവരുടെ പ്രായം, കുടുംബം, പിന്നെ എന്തെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. നോക്കൂ, നീ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു, എന്നാൽ ഇതുപോലുള്ള വാഗ്വാദങ്ങൾ തളർത്തിക്കളയുകയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? യൂദാസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളോട് ഞാൻ പറയുന്നില്ല, എന്നാൽ പ്രായവും പക്വതയും പരമാർത്ഥതയുമുള്ള നിന്നോട് ഞാൻ യാചിക്കുന്നു. ഗുരുവിന് തൻ്റെ ശത്രുക്കൾ നിമിത്തം എത്രയധികം വിഷമമുണ്ട്. അവൻ്റെ വേദനകൾ നമ്മൾ എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത്? അവൻ്റെ ചുറ്റും എത്രയധികം ശത്രുതയുണ്ട്. അവൻ്റെ വീട്ടിലുള്ള നമ്മളും അതുപോലെ ആയാലോ? ശരിയാണ്, ഈശോയ്ക്ക് വളരെ ദുഃഖമാണ്. ശരീരം വളരെ ക്ഷീണിച്ചും പോയി, യൂദാസ് തദേവൂസ് പറയുന്നു. രാത്രിയിലാണെങ്കിൽ കിടക്കയിൽ തിരിയുകയും മറിയുകയും ദീർഘശ്വാസം വിടുകയും ചെയ്യുന്നത് കേൾക്കാം. ഈയിടെ ഒരു രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് ചെന്നു. അപ്പോൾ കാണുന്നത് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നതാണ്. എന്തിനാണ് കരയുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്നു, എന്നോട് സ്നേഹമായിരിക്കണമേ, രക്ഷകനാകുക എന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനും കണ്ടു. ഒരു ദിവസം നദീതീരത്തുള്ള വനത്തിൽ വെച്ച് കരഞ്ഞ മുഖമാണ് ഞാൻ കണ്ടത്, ഫിലിപ്പ് പറയുന്നു. കാര്യമറിയാനുള്ള എൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൻ പറയുകയാണ്, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? ദൈവ സാന്നിധ്യം നേരിട്ട് കാണാൻ ഭൂമിയിൽ കഴിയുകയില്ല എന്നതൊഴിച്ചാൽ പിന്നെ എന്തു വ്യത്യാസമാണുള്ളത്? അത് മനുഷ്യരുടെ ഇടയിലെ സ്നേഹക്കുറവാണ്. ഒരു കൊലക്കയർ പോലെ അതെന്നെ ശ്വാസം മുട്ടിക്കുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറിയ പക്ഷികൾക്ക് ധാന്യങ്ങൾ വിതറിക്കൊടുക്കാനും പരസ്പരം സ്നേഹിക്കുന്ന സൃഷ്ടികളാൽ സ്നേഹിക്കപ്പെടാനും വേണ്ടിയാണ്. കറിയോത്തുകാരൻ യൂദാസ് ലെവലില്ലാത്തതുപോലെ നിലത്തേക്ക് വീണ ഒരു കുട്ടിയെപ്പോലെ കരയുന്നു. ആ സമയത്താണ് ഈശോ ജോണുമായി കയറി വരുന്നത്. എന്തു പറ്റി? എന്തിനാണ് കരയുന്നത്? ഗുരുവേ, അതെൻ്റെ കുറ്റമാണ്. ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ യൂദാസിനെ നിശിതമായി കുറ്റപ്പെടുത്തി. പത്രോസ് പരമാർത്ഥതയോടെ പറയുന്നു. ഇല്ല, ഞാനാണ് കുറ്റം ചെയ്തത്. നിനക്ക് വിഷമം വരുത്തുന്നു. ഞാൻ നല്ലവനല്ല. ഞാൻ വിഷമിപ്പിക്കുന്നു, ആളുകളെ ദേഷ്യപ്പെടുത്തുന്നു. ഞാൻ അനുസരിക്കുന്നില്ല. പത്രോസ് ചെയ്തത് ശരിയാണ്, എന്നാൽ നല്ലവനാകാൻ എന്നെ സഹായിക്കും. കാരണം എൻ്റെ ഉള്ളിൽ ഇവിടെ എന്തോ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് അതാണ്. അതിന് എന്നേക്കാൾ ശക്തിയുണ്ട്. ഞാൻ അങ്ങേക്ക് സന്തോഷം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും ഗുരുവേ, അങ്ങേക്ക് വിഷമങ്ങളാണ് ഞാൻ വരുത്തുന്നത്. എന്നെ വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ്. തീർച്ചയായും യൂദാസേ, എനിക്ക് സംശയമില്ല. ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയത്തോടെ യഥാർത്ഥമായ തീഷ്ണതയോടാണ് നീ എൻ്റെ അടുത്ത് വന്നത്. എന്നാൽ നിനക്ക് ചെറുപ്പമാണ്, ആർക്കും നിന്നെ അറിഞ്ഞുകൂടാ. ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത് പോലെ നീയും എന്നെ മനസ്സിലാക്കുന്നില്ല. എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും, പിന്നീട് നമുക്ക് തനിയെ സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് ആളയച്ച കാര്യത്തെക്കുറിച്ച് പറയാം. മനയൻ വന്നതുകൊണ്ട് എന്ത് ഉപദ്രവമാണുള്ളത്? ഹേറോദോസിൻ്റെ ഒരു ബന്ധുവിനെ സത്യദൈവത്തിനായി ദാഹിച്ചുകൂടെ? എന്നെക്കുറിച്ചാണോ നിങ്ങൾ ഭയപ്പെടുന്നത്? വേണ്ട, ഭയപ്പെടേണ്ട. എൻ്റെ വാക്ക് വിശ്വസിക്കൂ. ആ മനുഷ്യൻ പരമാർത്ഥമായ ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവൻ സ്വന്തം പരിചയപ്പെടുത്താതിരുന്നത്? ശിഷ്യരെല്ലാം കൂടി ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമൊട്ടുമില്ലാത്തതുകൊണ്ട്. ഒരാത്മാവ് എന്ന നിലക്കാണ് അയാൾ വന്നത്, ഹേറോദസിൻ്റെ വളർത്തു സഹോദരനായിട്ടല്ല. അവൻ മൗനമായിരുന്നതിൻ്റെ കാരണം ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒരു രാജാവുമായുള്ള ബന്ധമൊന്നുമല്ല എന്നവൻ അറിയാവുന്നത് കൊണ്ടാണ്. അവൻ്റെ മൗനത്തിൽ നമ്മൾ ആദരിക്കണം. എന്നാൽ ഇങ്ങനെയല്ല. ആരെങ്കിലും അയാളെ പറഞ്ഞു വിട്ടതാണെങ്കിലോ? ആരാണ് അയച്ചത്? ഹേറോദേസോ? വേണ്ട, ഭയപ്പെടേണ്ട. പിന്നെ വേറെ ആരെ അയക്കാനാണ്? അയാൾ നിന്നെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? എൻ്റെ കസിൻ ജോൺ വഴി അറിഞ്ഞു. ജയിലിലായിരുന്നപ്പോൾ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കൂസ വഴിയും ജനക്കൂട്ടങ്ങൾ വഴിയും പ്രീശരുടെ വിരോധം വഴിയും വൃക്ഷങ്ങളിലെ ഇലകളും വായുവും എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിശ്ചലമായ വെള്ളത്തിലേക്ക് ഒരു കല്ലെറിഞ്ഞിരിക്കുന്നു. വെൺകലത്തെ വടികൊണ്ട് അടിച്ചിരിക്കുന്നു. തിരമാലകൾ പടർന്ന് വിദൂരങ്ങളായ ജലാശയങ്ങൾ വരെ എത്തുന്നു. തകിടിലുണ്ടായ ശബ്ദം അന്തരീക്ഷത്തിൽ ഏറ്റുവാങ്ങുന്നു. ദൈവപുത്രൻ്റെ വെളിപ്പെടുത്തൽ അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഈശോ എന്ന് പറയാൻ ഭൂമി പഠിച്ചിട്ടുണ്ട്. അത് ഈ നാമം ഉച്ചരിക്കുന്നതിൽ നിന്നും വിരമിക്കുകയില്ല. നിങ്ങൾ പോകൂ. മറ്റുള്ളവരോട് എന്ന പോലെ അയാളോടും കരുണയോടെ പെരുമാറുക.
നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാനിവിടെ യൂദാസുമായി സ്വല്പം സംസാരിക്കട്ടെ. ശിഷ്യന്മാരെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന യൂദാസിനെ നോക്കിക്കൊണ്ട് ഈശോ ചോദിക്കുന്നു, കൊള്ളാം, നിനക്ക് എന്നോട് പറയാനൊന്നുമില്ലേ? നിന്നെക്കുറിച്ചെല്ലാം എനിക്കറിയാം. എന്നാൽ അത് നിന്നിൽ നിന്നും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് നീ കരയുന്നത്? അതിനേക്കാൾ അധികമായി എന്തുകൊണ്ടാണ് ഇത്ര അതൃപ്തിയും ബുദ്ധിഭ്രമവും കാണിക്കുന്നത്? ശരിയാണ് ഗുരുവേ, നീ അത് പറഞ്ഞു. പ്രകൃത്യത്താലെ ഞാൻ അസൂയാലുവാണ്. നിനക്കത് തീർച്ചയായും അറിയാം. ഓരോന്നും കാണുമ്പോൾ ഞാൻ വേദനിക്കുകയാണ്. വളരെ കാര്യങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നു. അതെന്നെ പ്രക്ഷുബ്ധനാക്കുകയും സമനില തെറ്റിക്കുകയും ചെയ്യുന്നു. ചീത്തയാകാൻ ആഗ്രഹമില്ലെങ്കിലും ഞാൻ ചീത്തയായി പോകുന്നു. വീണ്ടും കരയാൻ തുടങ്ങാതെ എന്തിനെക്കുറിച്ചാണ് നിനക്ക് അസൂയ? നിന്റെ യഥാർത്ഥ ആത്മാവിനോട് സംസാരിച്ചു തുടങ്ങണം. നീ വളരെ സംസാരിക്കുന്നുണ്ട്, വളരെ കൂടുതൽ. എന്നാൽ അതെങ്ങനെ? നിന്റെ പ്രകൃതവും മനസ്സും പോലെ പറയാനുള്ളത് വളരെ വളഞ്ഞ് ബുദ്ധിമുട്ടിയാണ് നീ പറയുന്നത്. ഞാൻ നിന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നിന്റെ അഹം എന്നതിനെക്കുറിച്ച്. കാരണം മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നീ ഒരു നിയന്ത്രണവും വയ്ക്കുന്നില്ല. നിന്റെ ജഡത്തോടും ഒരു നിയന്ത്രണവും പരിധിയും നീ വെച്ച് കാണുന്നില്ല. അത് നിന്റെ ഭ്രാന്തുള്ള കുതിരയാണ്. പന്തയത്തിൻ്റെ മാനേജർ നിനക്ക് 2 ഭ്രാന്തൻ കുതിരകളെ തന്ന വണ്ടി ഓടിപ്പിക്കുന്നത് പോലെയാണ്. ഒന്ന് നിന്നിലുള്ള ജഡികതയാണ്. മറ്റേത് എന്താണെന്ന് ഞാൻ പറയണമോ? വേണമോ? തിരുത്താൻ നീ ആഗ്രഹിക്കാത്ത തിന്മയാണത്. നീ കഴിവുള്ള, എന്നാൽ ഒരു ശ്രദ്ധയും സൂക്ഷ്മവും ഇല്ലാത്ത വണ്ടിക്കാരനാണ്. നിന്റെ കഴിവിൽ നീ ആശ്രയിക്കുന്നു. അത് മതിയെന്ന് നീ വിചാരിക്കുകയും ചെയ്യുന്നു. നിനക്ക് ഒന്നാമനാവണം. ഒരു കുതിരയെങ്കിലും മാറിയെടുക്കാൻ നീ സമയം ചെലവഴിക്കുകയില്ല. നേരെ മറിച്ച് നീ അവയെ വേഗത്തിൽ ഓടിക്കാനായി പ്രഹരിക്കുകയും ചെയ്യുന്നു. ജേതാവാകാൻ നീ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ നിനക്ക് വലിയ ആഗ്രഹമാണ്. വിജയം നേടുന്നത് സ്ഥിരതയോടും ക്ഷമയോടും വിവേകത്തോടും കൂടെ ജോലി ചെയ്യുമ്പോഴാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നിന്റെ ആത്മാവിനോട് സംസാരിക്കുക. നിന്റെ ഏറ്റുപറച്ചിൽ അവിടെ നിന്ന് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോ ഉള്ളിലുള്ളത് എന്താണെന്ന് ഞാൻ പറയണമോ? നിനക്ക് സമഭാവനയും സ്ഥിരതയും ഇല്ലെന്ന് ഞാൻ കാണുന്നുണ്ട്. അത് നിമിത്തവും ഞാൻ വേദനിക്കുന്നു. എന്തുകൊണ്ടാണ് നീ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിന്റെ ദൃഷ്ടിയിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നത്? എൻ്റെ സ്നേഹിതരുടെ പക്കൽ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് പാവപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു നീ നിരസിച്ചു. പിന്നീട് സൈമണും ലാസറസും നിന്നോട് ശക്തരായ ആരുടെയെങ്കിലും സംരക്ഷണം തേടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോൾ നീ അത് സമ്മതിച്ചു. പിന്നെ നിനക്ക് പത്രോസിനോടും സൈമനോടും ജോഡിനോടും വിവേചനമുണ്ട്. നീ പിന്നെ എന്തെല്ലാം കൂടെയുണ്ട്? വേറൊന്നുമില്ല ഈശോ, വിട്ടിത്തരം. തിരയുടെ മീതെയുള്ള പത എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. കാരണം യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിച്ച് ജീവിക്കേണ്ട നീ തന്നെത്താൻ പീഡിപ്പിച്ച് സ്വയം നികൃഷ്ടതയിലേക്ക് താണിരിക്കുന്നു. ഈ സ്ഥലം ആഡംബരമാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? ഇത് സ്വീകരിക്കാൻ അടിയന്തരമായ കാരണം എനിക്കുണ്ടായിരുന്നു എന്നത് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? തൻ്റെ പ്രവാചകന്മാരുടെ നേർക്ക് ക്രൂരമായ ചിറ്റമ്മയായി സിയോൻ വർത്തിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നു. മനുഷ്യൻ്റെ നീതിയെ ഭയപ്പെട്ട ഒരു സങ്കേതം കണ്ടുപിടിച്ച് അവിടെ ഒളിവിൽ പാർക്കുക എന്ന പോലെ ഇവിടെ കഴിയണമോ? വേണ്ട. കൊള്ളാം. എന്നാൽ പിന്നെ എന്ത്? നിന്നെ ഞാൻ ജോലികളൊന്നും ഏൽപ്പിച്ചിട്ടല്ല എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? നീ തെറ്റ് ചെയ്തപ്പോൾ നിന്നോട് ഞാൻ കഠിനത കാണിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? നിനക്കൊരിക്കലും ആത്മാർത്ഥതയില്ലായിരുന്നു. ആ മുന്തിരിത്തോട്ടങ്ങൾ, നിന്റെ മുന്തിരിത്തോട്ടങ്ങൾ, ആ തോട്ടങ്ങളുടെയൊക്കെ പേരെന്തായിരുന്നു? വേദനിക്കുന്നവരോടും രക്ഷാമാർഗത്തിലേക്ക് വരുന്നവരോടും നിനക്ക് സഹതാപമില്ലായിരുന്നു. നിനക്ക് എന്നോട് ബഹുമാനം പോലുമില്ലായിരുന്നു. മറ്റുള്ളവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഒരു ശബ്ദം മാത്രം നിന്നെ എപ്പോഴും ആദരിച്ചിരുന്നു. അതെൻ്റെ ശബ്ദം. മറ്റുള്ളവർക്ക് നിന്നോട് അസൂയ തോന്നാൻ അവകാശമുണ്ട്. കാരണം എപ്പോഴും പ്രത്യേകം പരിഗണിക്കപ്പെട്ടവൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നീയായിരുന്നു. യൂദാസിൻ്റെ മനസ്സ് തളർന്നു. തരളിതമായി അയാൾ കരയുന്നു. ഞാൻ പോകുന്നു. ഈ സമയം ഞാൻ എല്ലാവരുടേതുമാണ്. നീ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു നോക്കൂ, ധ്യാനിക്കൂ. ഗുരുവേ, എന്നോട് ക്ഷമിക്കൂ. നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാകുകയില്ല. ഞാൻ നിമിത്തം നീ ദുഃഖിതനാകരുതേ. ഞാനൊരു ചീത്ത ബാലനാണ്. ഞാൻ സ്നേഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ അമ്മയോട് അങ്ങനെ, നിന്നോടും അങ്ങനെ. ഞാൻ വിവാഹിതനായെങ്കിൽ എൻ്റെ ഭാര്യയോടും അങ്ങനെയായിരിക്കും. ഞാൻ മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു.
നിന്റെ രീതികൾ നീ തിരുത്തിയിരുന്നെങ്കിൽ അത് കുറെ കൂടി നല്ലതാകുമായിരുന്നു. എന്നാലും നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ദൈവം നിന്നോടുകൂടെ. ഈശോ വാതിലടച്ച് പുറത്തേക്ക് പോകുന്നു.